ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനിന്നൊരു നെയ്പത്തിരിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ് നെയ്പത്തിരി. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ രാവിലെ 3 കപ്പ് റേഷൻ അരിയില്ലേ, അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇത് ഞാൻ രാത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഒരു 4 മണിക്കൂർ മിനിമം കുതിർന്നോട്ടോ. നമുക്ക് എത്രയും കൂടുതൽ കുതിർന്നോ അത്രയും നല്ലതാട്ടോ. അപ്പം ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെക്കണം. പിന്നെ 15 ചെറിയ ഉള്ളിയില്ലേ, അതും കൂടെ ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് കുതിർന്നതിന് ശേഷം ഞാൻ 2 പിടി അരി എടുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പം അത് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാൻ 2 ടീസ്പൂണ് പെരുംജീരകം, 2 ടീസ്പൂൺ ഉപ്പ്, തേങ്ങ, പിന്നെ ഉള്ളി, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള അരിയെല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അരച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ അമ്മിമ്മല കാണാൻ അരക്കുന്നെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടും. ഇതാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും ലൂസാവും, അല്ലെങ്കിൽ മിക്സി കത്തിപ്പോവുമല്ലോ. അപ്പം ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് 2 പോർഷനായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും ലൂസായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയില്ലേ, അത് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ കറക്റ്റ് നമുക്ക് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. നമുക്ക് എടുക്കാൻ പറ്റിയ പാകത്തിലാവണം മാവ്. ഇതിപ്പം ഇത് ഈ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരിപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ഓയിലിൻ്റെ കവറില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൈ ഒന്ന് നനച്ചിട്ട് വേണം ഓരോരോ ഉരുളകളാക്കി എടുക്കാൻ. അപ്പം ഓയിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുട്ടി എഡ്ജസൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അത് പെട്ടെന്ന് ബബിളായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈഡ്സ് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പം നല്ല പൊങ്ങി ബബിളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. കുറച്ച് മുരിച്ചെടുത്താൽ, അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ അധികം മുരിക്കാണ്ട് മുട്ടെടുത്താൽ മതി. അപ്പം അധികം എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരെണ്ണം ഞാനൊന്ന് പൊരിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്, കാരണം മാവിൽ ഉപ്പ് അധികം മനസ്സിലാവില്ല. അപ്പം ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാൻ പറ്റും. ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. അതൊരു ടിപ്പാണ്. അങ്ങനെ തിളപ്പിച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലതാണത്. എന്നിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് ഇറച്ചിക്കറി ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഉച്ചക്കത്തെ തേങ്ങ വറുത്തരച്ച ഇറച്ചിക്കറീൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് യു ഹാവ് ഗിവൺ മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.